ഹായ്, വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. ഞാൻ എന്നും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റുള്ള ബെൽ പ്രസ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മട്ടൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മട്ടൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, നിങ്ങൾക്കത് ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് മന്തി കടയ്ക്കൊക്കെ പോകുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സെയിം ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് ഞാൻ മട്ടൺ ലെഗും റിബ്സാണ് എടുത്തത്. അതിങ്ങനെ ഹോളിട്ട് കൊടുക്കുക. ഇത് ഞാൻ ഓവർനൈറ്റ് മസാല ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കും. ഒരു മിനിമം 2 hours ആണെങ്കിലും വെക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പിടും. ഉപ്പ് കുറച്ചെടുത്താൽ മതി. മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 സ്പൂണ് മന്തി മസാല ഇടും. ഇതിൽ മുമ്പത്തെ ഒരു ചിക്കൻ മന്തി റെസിപ്പിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ മന്തി മസാല ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുക. എന്നിട്ട് ഒരു മാഗി ക്യൂബ് ഇടുക. അതിലേക്ക് ഒരു ക്യാപ്സിക്കമും ഒരു ടൊമാറ്റോയും, പിന്നെ 1 സ്പൂണ് ജീരക പൊടിച്ചതും, 1 സ്പൂണ് മുളക് പൊടി, ഇത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് മല്ലി, പിന്നെ ഒരു 200 ml അത്ര ഓയിൽ. സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി, ഞാൻ ഓലിവ് ഓയിൽ എടുത്തോന്നുള്ളൂ, നിർബന്ധമൊന്നുമില്ല, സൺഫ്ലവർ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കയ്യിൽ ഒരു 5 മിനിറ്റോളം നല്ല മിക്സ് ചെയ്യുക. കാരണം മട്ടൺ വലിയ പീസാണ്, അതിലൊന്ന് പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കവർ ചെയ്തിട്ട് ഹോൾ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അവസാനമായിട്ട് ഒരു നാരങ്ങ, ഒന്ന് പകുതി മതി, ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ അതിലേക്ക് ഒരു കുക്കർ എടുത്തിട്ട് ഒക്കെ അറേഞ്ച് ചെയ്യുക. കുക്കറിൽ അടുപ്പത്താണെങ്കിൽ ഞങ്ങളൊരു 2-3 മണിക്കൂർ വേവിക്കേണ്ടി വരും. ഞാൻ കുക്കറിൽ വെച്ച് ഇൻസ്റ്റൻ്റായിട്ടാണ് ഉണ്ടാക്കൽ. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ റെഡി ആയിട്ടുണ്ട് എൻ്റെ കുക്കറിൽ. നിങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് വെന്ത മട്ടന് നിങ്ങൾക്ക് കാണാം, ഇത് നല്ല ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. മട്ടൺ സെപ്പറേറ്റും വെള്ളം സെപ്പറേറ്റും ആക്കണം. മസാല അതിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ഞങ്ങളിപ്പോൾ ചോറ് ഉണ്ടാക്കാൻ പോവുക. സെയിം വെള്ളം ഞങ്ങൾ ചോറിലേക്ക് എടുക്കും. എന്നിട്ട് ഞാൻ 4 കപ്പാണ് അരി എടുക്കുന്നത്. അതിലേക്ക് എനിക്ക് 10 കപ്പ് വേണം. അതായത് ബസ്മതി റൈസുക്കൊക്കെ 2 കപ്പാണ് അരി 1 കപ്പിന്. ബട്ട് മന്തി റൈസ് ആകുമ്പോൾ 2.5 കപ്പാണ്. അതിലേക്ക് ഞാൻ മൊത്തത്തിൽ 10 കപ്പാണ് എടുത്തത്. എന്നാൽ ഇതിലേക്ക് ഹോൾ ഗരം മസാല ഇടുക. അതായത് ഉണക്കനാരങ്ങയും ഹോൾ കുരുമുളകും ബാക്കി ഹോൾ ഗരം മസാലയും, ഒരു ചിക്കൻ സ്റ്റോക്കും, പിന്നെ ഫ്രൈ ചെയ്ത ഓണിയനും 2 ബേ ലീവ്സും ഒക്കെ ഇടുക. ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ആ നേരം വെള്ളം തിളക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾ മട്ടണിലേക്ക് കുറച്ച് മസാല ബ്രഷ് ചെയ്യുക. അതിലേക്ക് ഒരു 2 സ്പൂണ് ഗീ, പിന്നെ 1 സ്പൂണ് മന്തി മസാലയും മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാ മട്ടൺ പീസിലേക്കും ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ കൂടി ബ്രഷ് ചെയ്യുക. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ക്രിസ്പി ആവും. അങ്ങനെ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈച്ച് സൈഡ് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത്. ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവരും പിന്നെ ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മട്ടൺക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഇത് ഞങ്ങൾ സെയിം വേ ബീഫിലും ഉണ്ടാക്കാം കേട്ടോ, മട്ടൺ തന്നെ വേണമെന്നില്ല. എന്നിട്ട് വെള്ളം തളിച്ച ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അരി 1 മണിക്കൂർ കുതിർത്തി വെക്കേണ്ടതുണ്ട്. അതിന് ശേഷം ഊറ്റി അരിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് മൂടി വെക്കുമ്പോൾ ഞങ്ങൾ ചോറ് റെഡിയാവും. ഇടയ്ക്കൊന്ന് ഇലക്കി കൊടുത്താൽ മതി. അടിക്ക് പിടിക്കുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഒരു പഴയ ഫ്രൈ പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിക്ക് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞങ്ങളിന്ന് ദമ്മിടുക. അതിലേക്ക് മുകളിലേക്ക് പൊരിച്ച ഓണിയനും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച മട്ടണും 1 by 1 അറേഞ്ച് ചെയ്യാം. എന്നിട്ട് കുറച്ച് കനലും അതിൽ ഒരു ഏലക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഏലക്കും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് ദമ്മിട്ടാൽ മതി. ഒരു 20 മിനിറ്റോളം ദമ്മിട്ടാൽ മതി. അത് നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു മട്ടൺ മന്തി വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റില്ല. അത് സെയിം ടേസ്റ്റ്, അത്ര വില ഒന്നും ആവില്ല. പുറത്തേക്ക് എല്ലാ വീട്ടിലും എല്ലാ ആൾക്കാരും പോയി മട്ടൺ മന്തി കഴിക്കാൻ പറഞ്ഞാൽ നല്ലൊരു പൈസ ആവും. അതൊന്നും ആവില്ല.